പ്രാർത്ഥന എന്നത് പ്രപഞ്ചത്തിന്റെ ദൈവവുമായി എങ്ങനെയെങ്കിലും സംസാരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത് വളരെ നിഗൂഢവുമാണ്. നിങ്ങൾ എവിടെയാണ് തുടങ്ങുന്നത്? യേശുവിന്റെ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്ന പഠിപ്പിക്കലുകളുടെ ശേഖരത്തിന്റെ മധ്യഭാഗത്തിൽ അനുയായികൾ സ്വീകരിക്കാനായി അവരെ ഒരു ലളിതമായ പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് 2 ചെറിയ ഭാഗങ്ങളുണ്ട്. ഓരോന്നിലും 3 അപേക്ഷകളുമുണ്ട്. ആദ്യ പകുതി ലോകത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തുടർന്ന് 2ാം പകുതി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ചെറിയ പ്രാർത്ഥനയാണ്. അതെ, എന്നാൽ ഈ പ്രാർത്ഥനയിൽ ലോകത്തിലുള്ള എല്ലാത്തിനെയും നിരീക്ഷിക്കാനുള്ള ഒരു പുതിയ രീതി അടങ്ങിയിരിക്കുന്നു. യേശു പ്രാർത്ഥന ഇങ്ങനെ ആരംഭിക്കുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ദൈവം സ്വർഗത്തിലാണോ വസിക്കുന്നത്? അതായത് ബൈബിളിൽ ആകാശമല്ലെങ്കിൽ സ്വർഗമെന്നാൽ സകലത്തിന്റെയും മുകളിലുള്ള ദൈവത്തിന്റെ പ്രാപഞ്ചികമായ ശക്തിയും സാന്നിധ്യവും സങ്കല്പിക്കാനുള്ള ഒരു മാർഗമാണ്. ദൈവത്തിന്റെ മണ്ഡലത്തിൽ തന്റെ ഇഷ്ടവും ഉദ്ദേശ്യവും ഇപ്പോഴും നിറവേറ്റപ്പെടുന്ന രാജാവായി ദൈവം ഭരിക്കുന്നു. പക്ഷേ യേശു ദൈവത്തെ രാജാവായി പരാമർശിക്കുന്നില്ല. ഇല്ല, യേശു ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നു. അത് പ്രപഞ്ചത്തിന്റെ ദൈവത്തെക്കുറിച്ച് അവകാശപ്പെടാവുന്ന ഒരു ധീരമായ കാര്യമാണ്. അതെ, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനവും ലോകത്തിലെ ഭരണവും ഉൾക്കൊള്ളാൻ ദൈവം മനുഷ്യരെ പ്രതിനിധികളായും പ്രിയ മക്കളായി നിയമിച്ചിരിക്കുന്നു എന്നതാണ് ബൈബിളിലെ പ്രധാന അവകാശവാദം. എന്നാൽ ബൈബിളിന്റെ കഥ മനുഷ്യരാശിയുടെ ഈ നിയോഗത്തോടുള്ള അവഗണനയെപ്പറ്റിയുള്ളതാണ്. അഥവാ നാം എങ്ങനെയാണ് കാര്യങ്ങൾ താറുമാറാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ പ്രാർത്ഥന തുടരുന്നു: നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഇപ്പോൾ വിശുദ്ധി, അത് മതപരമായ ഒരു വിചിത്ര പദമാണ്. തീർച്ചയായും ബൈബിളിൽ വിശുദ്ധമെന്നത് ദൈവത്തിന്റെ ഒരു പദവിയെ സൂചിപ്പിക്കുന്നു. ദൈവമെന്നാൽ എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും ഉറവിടവും ജീവന്റെ രചയിതാവുമാണ്. അങ്ങനെ ഈ ദൈവമാണ് ഇസ്രായേൽ കുടുംബത്തെ ജനതകളുടെ ഇടയിൽ നിന്ന് വിളിച്ച് തന്റെ വിശുദ്ധനാമം അവരോട് ചേർത്ത് മറ്റെല്ലാ ജനതകൾക്കും വിശുദ്ധ പ്രതിനിധികളായി അവരെ വേർതിരിക്കുന്നത്. എന്നാൽ മറ്റെല്ലാ മനുഷ്യരാശിയെയും പോലെ അവരും ഈ വിളിയെ താറുമാറാക്കുന്നു. അങ്ങനെ അത് ഇസ്രായേലിനെ പരാജയത്തിലേക്കും അനേക സാമ്രാജ്യങ്ങളോട് കീഴടങ്ങുന്നതിലേക്കും നയിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിച്ചു. എന്നാൽ യെഹെസ്കേലിനെ പോലെയുള്ള ഇസ്രായേലിന്റെ പ്രവാചകന്മാർ ദൈവം തന്റെ നാമത്തിന്റെ വിശുദ്ധി ഒരു ദിവസം ജനതകളുടെ ഇടയിൽ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ? അതായത് ഒരു പുതിയ പ്രതിനിധിയെ എഴുന്നേൽപ്പിക്കുന്നതിലൂടെ അവൻ ദൈവത്തിന്റെ ഭരണം ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും മേൽ പുനഃസ്ഥാപിക്കും. അങ്ങനെ ദൈവം എത്രമാത്രം പരിശുദ്ധനും നല്ലവനുമാണെന്ന് എല്ലാവർക്കും കാണാൻ കഴിയും. ആ വ്യക്തി താനാണെന്നാണ് യേശു ദൈവരാജ്യത്തിന്റെ ആഗമനത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് സഞ്ചരിച്ചപ്പോൾ അവകാശപ്പെട്ടത്. പ്രാർത്ഥനയുടെ അടുത്ത വരികൾ അതർത്ഥമാക്കുന്നു: നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. യേശു തന്റെ അനുയായികളെ ഇങ്ങനെ പഠിപ്പിച്ചു: നാം ദൈവത്തെയും നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവരോട് ദൈവിക മഹാമനസ്കതയോടും നീതിയോടും കൂടി പെരുമാറുമ്പോഴും നാം ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഇത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പുനഃസമാഗമനത്തിനായുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിൽ പങ്കാളികളാകാൻ നമ്മെ ക്ഷണിക്കുന്നു. ശരി, അതാണ് പ്രാർത്ഥനയുടെ ആദ്യ പകുതി. അത് ദൈവത്തെ സ്നേഹിക്കുന്നതിലും അവന്റെ ഹിതം അന്വേഷിക്കുന്നതിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ദൈവരാജ്യം വരാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ 2ാം പകുതി ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളിലേക്ക് മാറുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഭക്ഷണം നൽകാൻ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ അത് അടിസ്ഥാനപരമാവുകയാണ്. അതെ, ഇസ്രായേലിന്റെ കഥയിൽ നിന്നും ഒരു സാദൃശ്യം യേശു ഉപയോഗിക്കുന്നു. അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവം ദിവസേനയുള്ള ഭക്ഷണം അവർക്ക് നൽകി. അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണം എവിടുന്ന് വരുമെന്നറിയാത്ത ഒരു സ്ഥലത്തായിരിക്കുന്നത് വളരെ പ്രയാസമാണ്. ഓർക്കുക, യേശുവിന്റെ സമൂഹം റോമൻ അധിനിവേശകാലത്ത് ജീവിക്കാൻ പാടുപെടുന്ന ദരിദ്രരായ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിച്ചുകൊണ്ട് മരുഭൂമിയിൽ അവരുടെ പൂർവികരോടൊപ്പം ചേരാൻ അവൻ അവരെ ക്ഷണിക്കുന്നു. ആഹാ, അത് ശരി. അങ്ങനെ പ്രാർത്ഥന തുടരുന്നു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ക്ഷമ എന്നതിനെ യേശു തന്റെ പഠിപ്പിക്കലുകളുടെ കേന്ദ്രമാക്കി മാറ്റി. അക്രമത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും നീണ്ട ചരിത്രമുള്ള ഇസ്രായേലിനോടും സകല മനുഷ്യരാശിയോടും ദൈവം ക്ഷമിക്കുകയാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. അപ്പോൾ അവൻ തന്റെ അനുയായികളെയും അങ്ങനെ തന്നെ ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്നു. അതായത് നമ്മെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുക. പക്ഷേ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റില്ല. എന്നുവെച്ചാൽ തിന്മ ശ്രദ്ധയിൽപ്പെടാതെ വ്യാപരിക്കില്ലേ? നിങ്ങളെ ആളുകൾ മുതലെടുക്കില്ലേ? യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രതികാരം ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹം വേദനയുടെ ആവൃത്തിയെ നിലനിർത്തുന്നു എന്നതാണ് പ്രശ്നം. ക്ഷമ ആരംഭിക്കുന്നത് തെറ്റായ പ്രവൃത്തിയെ തിരിച്ചറിയുന്നതിലൂടെയാണെന്ന് അവൻ പഠിപ്പിച്ചു. എന്നാൽ പിന്നീട് പ്രതികാരം അന്വേഷിക്കുന്നില്ല.
അപ്പോൾ നിങ്ങളെ ദ്രോഹിച്ച വ്യക്തിയുമായി ഉറ്റ സൗഹൃദം ഉണ്ടാക്കുന്നതല്ല എന്നാണ് അതിനർത്ഥം. അല്ല, എന്നുവെച്ചാൽ അവരെ പൂർണ്ണമായി ശിക്ഷിക്കാനുള്ള എന്റെ അവകാശത്തെ ഒഴിവാക്കുകയും പകരം അവരുടെ നന്മയ്ക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ പഠിക്കുകയുമാണ്. അങ്ങനെയുള്ള ക്ഷമയ്ക്ക് ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം ആവശ്യമാണ്. അതെ, ക്ഷമ എന്നത് ശ്വാസോച്ഛ്വാസം പോലെയാണെന്ന് കാണാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള പാപമോചനം യഥാർത്ഥമായി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ക്ഷമിക്കുവാനുള്ള ശീലമുണ്ടായിരിക്കണം. ഇത് രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അവസാനമായി യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഒരു നിമിഷം, ദൈവം നമ്മെ പരീക്ഷിച്ചേക്കുമോ? അതായത് ബൈബിൾ കഥ ഒന്ന് ഓർക്കുക. എങ്ങനെയാണ് ദൈവം ലോകത്തെ ഭരിക്കാൻ മനുഷ്യരെ തന്റെ പ്രതിനിധികളായി നിയമിക്കുന്നത്? ആ അവസരം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരത്തെ അവർക്ക് നൽകുന്നു. അവർ ദൈവത്തോടൊപ്പം പങ്കാളികളായി ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഭരിക്കുമോ? എന്നാൽ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കുമൊപ്പം നമ്മുടെ സ്വന്തം ജ്ഞാനത്താൽ കാര്യങ്ങളെ സ്വന്തം രീതിയിൽ ചെയ്യാം എന്നൊരു പതിഞ്ഞ ശബ്ദവുമുണ്ട്. അങ്ങനെ ആ ശബ്ദം പരീക്ഷയെ ഒരു കെണിയാക്കി മാറ്റുകയും ഒരു തീരുമാനമെടുക്കുവാൻ നമ്മെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. നാം ആരുടെ ശബ്ദമാണ് വിശ്വസിക്കുക? അതുകൊണ്ട് യേശു നമ്മെ പരീക്ഷകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിക്കുവാനായി ക്ഷണിക്കുന്നു. എനിക്കൊരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റുമോ എന്ന പോലെ. എന്നാൽ സാധാരണ ജീവിതവും തിരഞ്ഞെടുപ്പുകൾ നിറഞ്ഞതാണെന്നും അത് നമ്മെ ദൈവത്തെയോ അല്ലെങ്കിൽ മറ്റൊന്നിനെയോ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുമെന്നും യേശുവിനറിയാം. അതുകൊണ്ട് നാം ഒരു ശോധനയിലോ പരീക്ഷയിലോ ആകുമ്പോൾ ദുഷ്ടന്റെ നുണകളിൽ നിന്ന് സംരക്ഷണം ചോദിക്കാൻ യേശു നമ്മെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഇതോടെ പ്രാർത്ഥനയുടെ ഏറ്റവും പഴയ രൂപം അവസാനിക്കുന്നു. ഹ്രസ്വവും ശക്തവുമാണത്. എന്നാൽ ഇത് ശ്രദ്ധിക്കുക, ഇത് യേശു സ്വയം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ആണോ? അതെ, താൻ കൊല്ലപ്പെടുന്നതിന്റെ തലേദിവസം രാത്രി യേശു പ്രാർത്ഥിക്കാനായി ഒരു തോട്ടത്തിലേക്ക് പോയി. അവിടെ അവന് മരിക്കാൻ മനസ്സില്ലാതിരുന്നപ്പോൾ അവൻ ഇങ്ങനെ നിലവിളിച്ചു: പിതാവേ, ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയാകട്ടെ. ഓ, അപ്പോൾ അതാണ് ഈ പ്രാർത്ഥന. നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം ആകണമേ. യേശു നാളുകളായി ഈ രീതിയിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവന്റെ ഏറ്റവും വലിയ പരീക്ഷയായ അറസ്റ്റും വധവും വന്നപ്പോൾ ഈ വാക്കുകളായിരുന്നു അവനെ നയിച്ചത്. അങ്ങനെ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ അവൻ ദുഷ്ടനിൽ നിന്ന് വിടുവിക്കപ്പെടുകയായിരുന്നു. ശരിയാണ്. വാസ്തവത്തിൽ തന്നെത്താൻ നൽകിത്തന്ന സ്നേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് ദൈവത്തിന്റെ ക്ഷമയും സ്വർഗീയ രാജ്യവും ഭൂമിയിലേക്ക് വന്നത്. ഇങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധനാമം പുനഃസ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ യേശു തന്റെ അനുയായികളെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന യേശുവിന്റെ കഥ നമ്മുടെ കഥയാക്കാനുള്ള ഒരു മാർഗമാണ്. ദിനംപ്രതി ദൈവത്തിൽ വിശ്വസിക്കാനും പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും പ്രാർത്ഥന നമ്മെ ക്ഷണിക്കുന്നു. അങ്ങനെ നമുക്ക് സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന കഥയിൽ പങ്കാളിയാകാം.
നാം ഇപ്പോൾ നോക്കിയ പ്രാർത്ഥനയിൽ യേശു തന്റെ അനുയായികളെ ദൈനംദിന ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നമ്മുടെ കാര്യത്തിലല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് യേശുവിന് ഇനിയും ഒരുപാട് പറയുവാനുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്.